ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ചാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ Mcom അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണ്, തിയറി ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം പേപ്പർ ക്വസ്റ്റ്യൻസ് എല്ലാം. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. സോ അത് കാണാത്തവർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ച് കാണേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയി കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ അത് മിസ് ചെയ്യരുത്. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്ന് ഞാൻ ഇവിടെ 7th ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Distinguish between amalgamation by merger and by purchase as per the accounting standard 14. അപ്പം അമാൽഗമേഷൻ എന്നൊരു ചാപ്റ്റർ നമുക്കുണ്ട്. അതിനകത്ത് അമാൽഗമേഷൻ ബൈ മെർജറും അമാൽഗമേഷൻ ബൈ പർച്ചേസും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ അമാൽഗമേഷൻ്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. അമാൽഗമേഷൻ്റെ ഡിഫറൻസ്. സോ അത് ലെസൺ 3 അമാൽഗമേഷൻ ഓഫ് കമ്പനീസ്, പേജ് നമ്പർ 58 സ്റ്റഡി മെറ്റീരിയലിൽ. സോ അതിലേക്ക് കിടക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അറ്റൻഡ് ചെയ്യുമ്പം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അത് എഴുതണം. അത് ഇതിനകത്ത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്, അതാണ്. ദെൻ പറയേണ്ടത് കൺക്ലൂഷനാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് നമുക്ക് അമാൽഗമേഷൻ എന്ന് നോക്കാം. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പനീസ് ഉണ്ടായിരിക്കും. 2 കമ്പനീസ് അവർ വൈൻഡപ്പ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. കമ്പനി എ ഉണ്ട്, കമ്പനി ബി ഉണ്ട്. കമ്പനി എ എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയാണ്. കമ്പനി ബി എന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനിയാണ്. അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ തൻ്റെ അസറ്റ്സ് ലയബിലിറ്റീസ് എല്ലാം മറ്റൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ കമ്പനി തന്നെയാണ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനിയുടെ അസറ്റ് ഏറ്റുവാങ്ങുന്നത് അതിനാണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കമ്പനിയും എന്ത് ചെയ്യും, പുതിയൊരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും വൈൻഡപ്പ് ചെയ്യും, ലിക്വിഡേഷൻ നടത്തും. ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി. ഓക്കെ, കമ്പനി വൈൻഡപ്പ് ചെയ്തതിന് ശേഷം പുതിയൊരു കമ്പനി സി തുടങ്ങും. അതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. സോ 2 കമ്പനി വൈൻഡ് അപ്പ് ഓർ ലിക്വിഡേറ്റ് ആൻഡ് ഫോം എ ന്യൂ കമ്പനി. ഇറ്റ് ഈസ് നോൺ ആസ് amalgamation of a company. So there are 2 types of amalgamation, that is amalgamation in the nature of merger and amalgamation in the nature of purchase. അപ്പോൾ എന്താണ് amalgamation in the nature of merger and purchase നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് കാണാൻ സാധിക്കും. amalgamation in the nature of merger, amalgamation എന്ന് പറയുന്നത് ഈ പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പം അതിനെയാണ് amalgamation by the nature of merger എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിൻ്റാണ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ആരുടെയാണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഓർ കമ്പനീസ് ബിഫോർ അമാൽഗമേഷൻ ഷുഡ് ബിക്കം ആൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഏത് കമ്പനി? ട്രാൻസ്ഫറി കമ്പനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി, ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന കമ്പനി, അതാണ് നമ്മുടെ എക്സാമ്പിളിൽ കമ്പനി എ. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം? കമ്പനി ബിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ട്രാൻസ്ഫറി കമ്പനി ബിഫോർ എപ്പോൾ? അമാൽഗമേഷൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 90% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ഷുഡ് ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ട്രാൻസ്ഫറി കമ്പനി. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പനി എയുടെ ഷെയർ ഹോൾഡേഴ്സ് എത്ര പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം? 90% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ്. ഇപ്പോൾ കമ്പനി എയുടെ 90% ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതോ അതിൽ കൂടുതലോ, എന്താ പറയുക, നോട്ട് ലെസ് ദാൻ 90% എന്ന് പറയണത്. നോട്ട് ലെസ് ദാൻ 90% ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവണം? ഷുഡ് ബിക്കം ദ ഷെയർ ഹോൾഡർ ഓഫ് ദി ട്രാൻസ്ഫറി കമ്പനി. അയാൾ മറ്റ് ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിട്ടുണ്ടാവണം ബിഫോർ അമാൽഗമേഷൻ. ഓക്കെ, ദെൻ പോയിന്റ് സി പറയുന്നത് ദ കൺസിഡറേഷൻ പേബിൾ ടു ദ എമൗണ്ട് മെൻഷൻ ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ഡിസ്ചാർജ്ഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ആൻഡ് ക്യാഷ് ക്യാൻ ബി പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഫ്രാക്ഷണൽ ഷെയർസ്.
the consideration payable to the amount mentioned shareholders should be discharged by the transferring company. അപ്പം അവരുടെ ആ ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ചാർജ് ചെയ്യണം. ആര്? ട്രാൻസ്ഫറി കമ്പനി ഡിസ്ചാർജ് ചെയ്യണം. എങ്ങനെ? ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അവർക്ക് അവരുടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് കൊടുക്കണം. ആൻഡ് എന്ത് ചെയ്യണം? ക്യാഷ് ക്യാൻ ബി പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഫ്രാക്ഷണൽ. ക്യാഷ് കൊടുക്കണം. എങ്ങനെ? ഫ്രാക്ഷണലിൻ്റെ ബേസായിട്ട് ക്യാഷും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ദെൻ പോയിന്റ് ഡി ഡിസ്കസ് ചെയ്യുന്നത് the business of the transferor company is intended to be carried on by the transferee company. അപ്പം അമാൽഗമേഷനേക്കാളും മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഈ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി അവരുടെ എന്താ പറയുക, ഈ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്ത് നടത്തി തുടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ. നാലാമത് പറയുന്നത് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ഇൻറ്റൻറ്റഡ് ടു ബി മെയ്ഡ് to the book values of the assets and liabilities of the transfer company. No adjustment is intended to made. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പാടില്ല to the books of the value of assets and liabilities of the transfer company. എന്തിൽ വാല്യൂ വ്യത്യാസം വരുത്താൻ പാടില്ല? അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി. കമ്പനി എയുടെ എന്താ പറയുക, അസറ്റിലും ലയബിലിറ്റീസിലും ഉള്ള ബുക്ക് വാല്യൂ ഇല്ലേ, അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പിന്നെ നടത്താൻ പാടില്ല. when they are incorporated in the financial statement of the transferee company. ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ബുക്ക് വാല്യൂയിലോട്ട് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. in the financial statement of the transferee company except to ensure uniformity of accounting policies. അക്കൗണ്ടിങ് ഇനിയിപ്പോൾ നടത്തുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്ക് വാല്യൂസിൽ നടത്തുകയാണെങ്കിൽ അതിന് വേണ്ടിയായിരിക്കണം എൻഷുർ യൂണിഫോമിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസ് യൂണിഫോമിറ്റി നടത്താൻ വേണ്ടി മാത്രമാണ് അയാൾ എന്താ പറയുക ബുക്ക് വാല്യൂവിൽ മാറ്റം വരുത്തിയിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സ്ഥിതിക്ക് ബുക്ക് വാല്യൂവിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്താൻ പാടില്ല. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി when they are incorporated in the financial statement of the transferee company. അപ്പം ഇതാണ് എന്തിനുള്ള പോയിന്റ്, അമാൽഗമേഷൻ ഇൻ ദ മെർജർ എന്ന് പറയുന്നത്, ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. അപ്പം ഈ 1 2 3 4 5 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി എന്താണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് നമുക്ക് നോക്കാം. An amalgamation should be considered to be an amalgamation in the nature of purchase. എപ്പോഴാണ്? when one or more of the conditions specified for amalgamation in the nature of the merger is not satisfied. അപ്പം നമ്മൾ പറഞ്ഞ ഈ എത്ര പോയിൻറ്റ്സ്, 5 പോയിൻറ്റ്സും എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഐ മീൻ ഇതിലത്തെ ഒന്നോ രണ്ടോ, when one or more of the conditions specified for amalgamation in the nature of merger is not satisfied, ഒന്നോ അതിൽ കൂടുതലോ എന്താ പറയുക ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? നോട്ട് അമാൽഗമേഷൻ ബൈ ദ മെർജിങ് ബട്ട് അമാൽഗമേഷൻ ബൈ പർച്ചേസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതാണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും അർത്ഥം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഡിഫറൻസ് എന്ന് നോക്കണം. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, merger and purchase of amalgamation. അപ്പോൾ മെർജറിൽ പറയുന്നത് there is a genuine pooling of assets and liabilities of the transfer company as well as the shareholders' interest. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗം കഴിഞ്ഞു, ഇനി മിഡിൽ പോർഷനിലേക്ക് വരികയാണ്. There is a genuine pooling of assets and liabilities to the transfer company as well as the shareholders' interest. As such, the shareholders of all the transfer company continue to have substantial or proportionate share in the equity or management of the transfer company. എന്താണ് ചെയ്യുന്നത്? There is a genuine pooling of assets and liability of the transfer company as well as the shareholders' interest. അപ്പം അത് ഈ ജനറൽ പൂളിംഗ് നടക്കുകയാണ്. ജെന്യൂൻ ആയിട്ടുള്ളൊരു പൂളിംഗ് ഓഫ് അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റ്സും ലയബിലിറ്റീസും അതുപോലെ ഷെയർഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90% ഓഫ് ഫേസ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് പറഞ്ഞല്ലോ, അത് എന്താ പറയുക ആരുടെ അകത്ത് വേണ്ടത്? ട്രാൻസ്ഫറി കമ്പനിയുടെ അടുത്ത് വേണം. അപ്പം സച്ച് ദ ഷെയർഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി കണ്ടിന്യൂ ടു ഹാവ് സബ്സ്റ്റാൻഷ്യൽ ഓർ പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ ദ ഇക്വിറ്റി ഓർ മാനേജ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിനകത്ത് എന്തുണ്ടാവുന്നുണ്ട്? ജെന്യൂൻ ഓഫ് അസറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഒപ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ പർച്ചേസിൽ എങ്ങനെയാണ്? വൺ കമ്പനി അക്വയർസ് അനദർ, ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിനെ അക്വയർ ചെയ്യുന്നത്. ആസ് എ കോൺസിക്വൻസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി നോർമലി ഡു നോട്ട് കണ്ടിന്യൂ ടു ഹാവ് എ പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ ദ ഇക്വിറ്റി മാനേജ്മെൻറ്റ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. അപ്പം ഇതിനകത്ത് ഒരു കമ്പനി എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സൊക്കെ ഒരു കമ്പനി തന്നെ മറ്റൊരു കമ്പനിയുടെ എല്ലാ അസറ്റ്സും വാങ്ങി ഇരിക്കുകയാണ് ബൈ പർച്ചേസ് ആകുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി എ ഉണ്ട്, കമ്പനി ബി ഉണ്ട്.
കമ്പനി എയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും കമ്പനി ബി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പം പിന്നെ എന്തുണ്ടാവില്ല, മറ്റൊരു ഷെയർ ഹോൾഡേഴ്സിന് ആസ് എ കോൺസിക്വൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫർ ചെയ്ത കമ്പനിയുടെ നോർമലി ഡു നോട്ട് കണ്ടിന്യൂ ടു ഹാവ് എ പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ ദ ഇക്വിറ്റി മാനേജ്മെൻറ്റ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ട്രാൻസ്ഫർ കമ്പനിക്ക് എന്തിനുണ്ടാവില്ല, ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ കമ്പനിയുടെ ഇക്വിറ്റി മാനേജ്മെൻറ്റിലൊന്നും ഇക്വിറ്റിയിലോ മാനേജ്മെൻറ്റിലോ എന്തുണ്ടാവില്ല, ഒരു അവകാശവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മെർജറിൽ എങ്ങനെയാണ്, രണ്ട് കമ്പനി ഒന്നിച്ചു കൂടിയിട്ടാണ് വേറൊരു കമ്പനി ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് എ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ബി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ മെർജിങ് ബൈ പർച്ചേസ് ആകുമ്പം എന്തുണ്ടാവുന്നത്, എ കമ്പനിയുടെ അസറ്റ്സ് എല്ലാം ബി കമ്പനി വാങ്ങിയിട്ട് പിന്നെ സി കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്നില്ല, പിന്നെ ബി കമ്പനി ആയിട്ടാണ് അത് എന്താ പറയുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും അവിടെ കഴിയുകയാണ്. കാരണം എല്ലാതും ആര് വാങ്ങി, ബി കമ്പനി വാങ്ങി. ഓക്കെ, ദെൻ പറയുന്നത് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ റിസർവ്സ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ആർ റെക്കോർഡഡ് ബൈ ദ ട്രാൻസ്ഫർ കമ്പനി അറ്റ് ദർ ബുക്ക് വാല്യൂ. അതെങ്ങനെയാണ്, ഏത് വാല്യൂവിലാണ് അവർ ചെയ്യുന്നത്, ബുക്ക് വാല്യൂവിലാണ്. അസറ്റ്സും ലയബിലിറ്റീസും ആൻഡ് റിസർവ്സ്, അസറ്റ് ലയബിലിറ്റീസ് ആൻഡ് റിസർവ്, മൂന്ന് കാര്യങ്ങൾ ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി. ഈ മൂന്ന് കാര്യങ്ങൾ ലയബിലിറ്റീസ് ആൻഡ് റിസർവ്സ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ആർ റെക്കോർഡഡ് ബൈ ദ ട്രാൻസ്ഫർ കമ്പനി ഇൻ ദ വാല്യൂ, ഇൻ ദ ബുക്ക് വാല്യൂ. ഏത് വാല്യൂവിലാണ്, ബുക്ക് വാല്യൂവിലാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. വൈൽ അസറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് റിസർവ് ദ ട്രാൻസ്ഫർ കമ്പനി ആർ റെക്കോർഡഡ് ബൈ ദ ട്രാൻസ്ഫർ കമ്പനി ഏതർ അറ്റ് ബുക്ക് വാല്യൂ ഓർ വാല്യൂ അറ്റ് റിവൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫെയർ വാല്യൂ. ഒന്നുമില്ലെങ്കിൽ ബുക്ക് വാല്യൂവിലായിരിക്കും, അല്ലെങ്കിൽ എന്തിലായിരിക്കും, റിവൈസ്ഡ് ഫെയർ വാല്യൂവിലായിരിക്കും അവർ റെക്കോർഡ് ചെയ്യുക. ഏത് കണ്ടീഷനിൽ അമാൽഗമേഷൻ ബൈ പർച്ചേസ് ആയിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചായിരിക്കും അവർ റെക്കോർഡ് ചെയ്യുക, ബുക്ക് വാല്യൂവിലായിരിക്കില്ല. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി അഗ്രിഗേറ്റഡ് വിത്ത് ദ ബാലൻസ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി. ഇതിനകത്ത് എന്താ ചെയ്യുന്ന, പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഒക്കെ എന്താണ് ട്രാൻസ്ഫർ കമ്പനിയുടെ ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് പോവുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനിയുടെ കമ്പനിയിലോട്ടേക്ക് അഗ്രിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്യാണ്. എന്തിനകത്ത്, മെർജറിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ഈസ് അഗ്രിഗേറ്റഡ് വിത്ത് ബാലൻസ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി. വൈൽ ഇനി ഇതിനകത്ത് നോക്കാം, പർച്ചേസിനകത്ത് എന്താണെന്ന് നോക്കാം. ദ ബാലൻസ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫർ കമ്പനി. ഈ ട്രാൻസ്ഫർ കമ്പനിയുടെ ബുക്സിലേക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബാലൻസ് ഓഫ് ദി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ്, ഓൾ റിസർവ്സ് വെദർ ക്യാപിറ്റൽ ഓർ റവന്യൂ ഓഫ് ട്രാൻസ്ഫർ കമ്പനി ആർ മെർജ്ഡ് ഇൻ ടു ദ റിസർവ്സ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി. ഈ റിസർവ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് ബാലൻസ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ആയിരുന്നു. ഇപ്പോൾ പറയുന്നത് റിസർവിൻ്റെ കാര്യമാണ്. വെദർ ക്യാപിറ്റൽ ഓർ റിസർവ്സ്, വെദർ ക്യാപിറ്റൽ റിസർവ് ആയാലും റവന്യൂ റിസർവ് ആയാലും ഓഫ് ട്രാൻസ്ഫർ കമ്പനി ആർ മെർജ്ഡ് ഇൻ ടു ദ റിസർവ്സ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി. അത് ട്രാൻസ്ഫർ കമ്പനിയുടെ എന്താ പറയുക, റിസർവിലേക്ക് മെർജ് ചെയ്യും, ഒന്നാക്കും. ഓൺലി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ആർ ടേക്കൺ ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി ഇൻ ഓർഡർ ടു പ്രിസർവ് ദെയർ ഐഡൻറ്റിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാത്രമാണ് ആര് കൺസിഡർ ചെയ്യുള്ളൂ, ട്രാൻസ്ഫറി കമ്പനി കൺസിഡർ ചെയ്യുള്ളൂ, ആരുടെ, ട്രാൻസ്ഫറർ കമ്പനിയുടെ എടുക്കുകയുള്ളൂ. വേറെ റിസർവ്സ് ഒന്നും എടുക്കില്ല. ഇത് ക്യാപിറ്റലും റവന്യൂ ഇവിടെ എടുക്കും, ആ സ്ഥാനത്ത് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാത്രമാണ് ട്രാൻസ്ഫറി കമ്പനി എടുക്കത്തുള്ളൂ. ദെൻ പറയുന്നത് that is always intend to continue the business of the transfer company. അപ്പോൾ എന്നിട്ടാണ് അവർ രണ്ടുപേരും എന്താ പറയുക, ട്രാൻസ്ഫർ കമ്പനിയുടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻറ്റൻഡ് ടു കണ്ടിന്യൂ ദ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി. ഒരു മർജ് ചെയ്ത് പുതിയ കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക, രണ്ടുപേർക്കും അതിൽ അവകാശമുണ്ട് ബിസിനസ്. അപ്പോൾ അത് അവരുടെ ബിസിനസ് എൻ്റെയും ബിസിനസ് ബിയുടെയും മെർജ് ചെയ്തിട്ടാണല്ലോ ബിസിനസ് സി ഉണ്ടാവുന്നത്. അപ്പോൾ ബിസിനസ് എ അപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അവരുടെ ബിസിനസ്. ഇറ്റ് മേ നോട്ട് ബി, അപ്പോൾ ഇനി പർച്ചേസിൽ നോക്കാം, ഇറ്റ് മേ നോട്ട് ബി ഇൻറ്റൻഡ് ടു കണ്ടിന്യൂ ദ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി. മറ്റേതിനകത്ത് എന്നിട്ടാണ് ട്രാൻസ്ഫർ കമ്പനി എന്താ പറയുക, ഈ മെർജിങ് ബൈ പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരിക്കലും എന്ത് വരില്ല, ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സ് ഒരിക്കലും അതിനകത്ത് വരില്ല. ഓക്കെ, all the assets of the transfer company may or may not become the assets of the transferee company. ഇനി പറയുന്നത് അതുപോലെ all the assets of the transfer company become of the assets of the transferee company. എല്ലാ അസറ്റ്സും
ട്രാൻസ്ഫർ കമ്പനിയുടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ആയിരിക്കും, പക്ഷേ ഓയിൽ ദ ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി മേ ഓർ മെ നോട്ട് ആവാൻ ചാൻസ് ഉള്ളൂ, ചിലപ്പോഴേ ആവത്തുള്ളൂ. ഓക്കെ, ദെൻ പറയുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് യൂഷ്വലി വാല്യൂഡ് അറ്റ് പാർ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇഷ്യൂഡ്. അതായത് പർച്ചേസ് കൺസിഡറേഷൻ എന്തിനാണ് വാല്യൂ ചെയ്യുക? പാർ വാല്യൂലാണ്. പർച്ചേസ് കൺസിഡറേഷൻ ഇസ് വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഇഷ്യൂഡ്. ഇതിനകത്ത് പാർ വാല്യൂലാണെങ്കിൽ ഇതിനകത്ത് മാർക്കറ്റ് പ്രൈസിനകത്താണ് വാല്യൂ ചെയ്യുക ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടിരിക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമുക്ക് മെർജിങ്ങിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു സാരാംശം ഞാൻ പറഞ്ഞുതരാം. മെർജിങ്ങിൽ എന്താ പറയുക, അസറ്റ്സ് ലയബിലിറ്റീസും പിന്നെ അസറ്റ്സും ലയബിലിറ്റീസ്, അതുപോലെ എന്താ പറയുക, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഇതിനകത്ത് പർച്ചേസിനകത്ത് എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ കമ്പനി നോർമലി നോട്ട് കണ്ടിന്യൂ ടു ഹാവ് എ പ്രൊപ്പോർഷനേറ്റ് ഷെയർ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവില്ല, ഇതിനകത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഉണ്ടാവില്ല ഈ ട്രാൻസ്ഫർ കമ്പനിനകത്ത്. പിന്നെ രണ്ടാമത് പറയുന്നത് അസറ്റ് ലയബിലിറ്റീസ് ആൻഡ് റിസർവ്സ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി റെക്കോർഡഡ് ബൈ അറ്റ് ബുക്ക് വാല്യൂ. എന്തിനാണ്? ബുക്ക് വാല്യൂലാണ്, വൈൽ ഇറ്റ് ഈസ് ഇൻ ദ ഫെയർ വാല്യൂ. ഓക്കെ, ഫെയർ വാല്യൂലാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ബുക്ക് വാല്യൂ, ഇവിടെ ഫെയർ വാല്യൂ. ദെൻ മൂന്നാമത് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബാലൻസ് എങ്ങനെയാണ് അഗ്രിഗേറ്റ് ചെയ്യും. Profit is balance of the profit and loss account of the transfer company is not included in transferee company in the purchase. Amalgamation by mergers in the nature of merger purchaseൽ ഉണ്ടാവില്ല. ദെൻ നാലാമത്തെ പോയിന്റ് പറയുന്നത് all the reserves whether capital or revenue അത് ട്രാൻസ്ഫർ കമ്പനിയിലേക്ക് മെർജ് ചെയ്യും. ഓൺലി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഹിയർ ഈസ് ടേക്കൺ. ഇതിനകത്ത് ഏതാണ് ക്യാപിറ്റൽ ആയാലും റവന്യൂ റിസർവ്സ് ആയാലും വിൽ ബി മെർജ്ഡ് വൈൽ ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ, ഓൺലി സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ടേക്കൺ ഇൻ ദ purchase of the in the amalgamation in the nature of purchase. Then fifth point പറയുന്നത് continue the business of the transfer company. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, മറ്റിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് മറ്റേ ആൾ വാങ്ങുന്നതോടുകൂടി, ഇപ്പോൾ എയുടെ കമ്പനി ബി വാങ്ങുന്നതോടുകൂടി ബിയുടെ കമ്പനി മാത്രമേ അതിൻ്റെ ഓണർ ഉണ്ടാവുള്ളൂ, പിന്നെ എയുടെ കമ്പനി ഉണ്ടാവില്ല. Then purchase consideration is usually valued at the par value of the shares issued. Par വാല്യൂലായിരിക്കും, ഇവിടെ എന്ത് വാല്യൂലായിരിക്കും, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർസ് ആയിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്ക്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടി നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ഞാനങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.